കൊച്ചിന് സമീപം അറബിക്കടലിൽ ഒരു വിദേശ ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തടഞ്ഞു നിർത്തി. ഏകദേശം 5 കോടി രൂപ വിലമതിക്കുന്ന 200 കാർട്ടൺ വിദേശ ബ്രാൻഡ് സിഗരറ്റുകൾ പിടിച്ചെടുത്ത ശേഷം 4 ഇറാനിയൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി ICG ഞായറാഴ്ച അറിയിച്ചു. ഇന്ത്യൻ തീരസംരക്ഷണ സേന നടത്തിയ ഒരു പ്രധാന സമുദ്ര എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനിൽ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ സംശയാസ്പദമായ ഒരു വിദേശ കപ്പൽ തടഞ്ഞതായിട്ടാണ് ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. പിന്നീട് ഒരു ഇറാനിയൻ ജീവനക്കാരെ വഹിച്ചുകൊണ്ടിരുന്ന കപ്പൽ കള്ളക്കടത്ത് നടത്തി വിദേശ ബ്രാൻഡ് സിഗരറ്റുകളുടെ ഒരു വലിയ ചരക്ക് കടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. സമുദ്രമധ്യത്തിൽ നടന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ എക്സിലെ ഒരു പോസ്റ്റിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നൽകി. ഫെബ്രുവരി 21-ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ ദ്വാരകയിൽ നിന്നും ഏകദേശം 115 NM പടിഞ്ഞാറ് ഒരു സംശയാസ്പദമായ വിദേശ ബോട്ട് തടഞ്ഞു. കപ്പലിൽ കയറി പരിശോധിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ബോട്ടിനെയും അതിലെ യാത്രക്കാരെയും തിരിച്ചറിഞ്ഞു. അൽ മുഖ്താർ എന്ന് തിരിച്ചറിഞ്ഞ കപ്പലിൽ 4 ഇറാനിയൻ ജീവനക്കാരുണ്ടായിരുന്നുവെന്ന് ICG പറഞ്ഞു. ബോട്ടിന്റെ സംഭരണ കേന്ദ്രങ്ങൾ നടത്തിയ സമഗ്രമായ പരിശോധനയിൽ കപ്പലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അനധികൃത ചരക്ക് കണ്ടെത്താനായി തിരച്ചിൽ 1,00,000-ഓളം പാക്കറ്റ് വിദേശ ബ്രാൻഡ് സിഗരറ്റുകൾ അടങ്ങിയ 200 കാർട്ടണുകൾ ഹോൾഡുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കോസ്റ്റ് ഗാർഡ് കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര വിപണി മൂല്യം ഏകദേശം 2.55 കോടി രൂപയാണെന്നും അധികൃതർ കണക്കാക്കിയതിനാൽ കള്ളക്കടത്ത് ശ്രമത്തിന്റെ സാമ്പത്തിക വ്യാപ്തി വളരെ വലുതാണ്. പിടിച്ചെടുത്ത കപ്പലിനെയും അതിലെ ജീവനക്കാരെയും വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനും പങ്കാളികളുമായുള്ള സംയുക്ത ചോദ്യം ചെയ്യലിനും വേണ്ടി ബോട്ട് പോർബന്തറിലേക്ക് കൊണ്ടുപോകുന്നെന്നും ICG സ്ഥിരീകരിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ ഒരു സമുദ്രാക്രമണത്തെ തുടർന്നാണ് ഈ ഏറ്റവും പുതിയ പിടികൂടൽ. ഫെബ്രുവരി 17-ന് ഒരു ദ്രുതവും ധീരവുമായ ഒരു രാത്രികാല ഓപ്പറേഷനിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുമായി സംയുക്തമായി കടലിൽ രഹസ്യാന്വേഷണ അധിഷ്ഠിത ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഗുജറാത്ത് ATSൽ നിന്നുള്ള സ്ഥിരീകരണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഗാർഡ് റീജിയണിൽ നിന്നുള്ള ഒരു ICG കപ്പൽ മൾട്ടി മിഷൻ വിന്യാസത്തിനായി തിരിച്ചുവിട്ടു. സാങ്കല്പിക അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി രേഖയ്ക്ക് സമീപം മയക്കുമരുന്ന് കള്ളക്കടത്ത് സംശയിക്കുന്ന ഒരു വിദേശ മത്സ്യബന്ധന ബോട്ട് തടയാൻ രാത്രി മുഴുവൻ ഇരുണ്ടിരുന്നിട്ടും മനുഷ്യ നിരീക്ഷണത്തിന്റെയും സാങ്കേതിക നിരീക്ഷണത്തിന്റെയും സംയോജനത്തിലൂടെ ICG കപ്പൽ സംശയാസ്പദമായ ബോട്ടിനെ തിരിച്ചറിഞ്ഞു. ICG കപ്പൽ അടുത്തു വരുന്നതായി മനസ്സിലാക്കിയ സംശയാസ്പദമായ ബോട്ട് സാങ്കല്പിക IMBL ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങിയിരുന്നു. കണ്ടെത്തിയ സമയത്ത് ICG കപ്പലും ബോട്ടും തമ്മിൽ ആദ്യം വേർപിരിഞ്ഞിരുന്നെങ്കിലും സ്പീഡ് ബോട്ട് പിന്തുടർന്ന് തടഞ്ഞു. ബോട്ടിൽ വിദേശ പൗരന്മാരായ 2 ജീവനക്കാർ ഉള്ളതായി കണ്ടെത്തി. ബോട്ട് നന്നായി പരിശോധിച്ചപ്പോൾ മയക്കുമരുന്നെന്ന് സംശയിക്കുന്ന 203 പാക്കറ്റുകൾ ക്രിസ്റ്റലിന് ഉള്ളടക്കം ബോട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കൂടുതൽ പരിശോധനകൾക്കും പദാർത്ഥത്തിന്റെ രാസവിശകലനത്തിനുമായി ICG കപ്പൽ പിടികൂടി ബോട്ട് പോർബന്തറിലേക്ക് കൊണ്ടുവന്നു. ICGയുടെയും ATSന്റെയും സഹകരണം സമീപ വർഷങ്ങളിൽ നിരവധി വിജയകരമായ നിയമനിർവഹണ പ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കൂടാതെ തീരദേശ സുരക്ഷയുടെ മൊത്തത്തിലുള്ള ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള സമന്വയത്തെ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ വിശാലമായ നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ഈ സമുദ്ര പ്രവർത്തനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.